ഇന്ന് നമ്മൾ കാണുന്നത് നമ്മൾ ഈ സെൻറ്റർ പീസ് എങ്ങനെയാണ് ഉണ്ടാക്കിയിരിക്കുന്നതാണ് കേട്ടോ. ക്രിസ്മസിന് നമുക്ക് ടേബിളിന് നടുക്ക് വയ്ക്കാൻ പറ്റുന്ന ഒരു സെൻറ്റർ പീസാണേ. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഞാനിവിടെ ഒരു വൈൻ ബോക്സിലാണ് സെറ്റ് ചെയ്യുന്നത്. വൈൻ ബോക്സും ഒരു ഫോം ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പം ഫോം കുറച്ച് മുഴുപ്പ് കുറവായതുകൊണ്ട് രണ്ട് സൈഡിലും ഓരോ കപ്പൊക്കെ എടുത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മുടെ ഈ ഫ്രഷ് ആയിട്ടുള്ള ലീഫ് കട്ടിങ് വയ്ക്കാം. നമ്മുടെ മനസ്സിനനുസരിച്ച് നമുക്ക് എങ്ങനെയാണോ വെക്കാൻ താല്പര്യം അനുസരിച്ച് അതുപോലെ നമ്മൾ ഇവിടെ ഞാൻ സെറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഈ ഫോമിൽ കുത്തിവയ്ക്കുകയാണ്. അപ്പോൾ ഇത് ഫ്രഷ് ലീവ്സ് ആയതുകൊണ്ട് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഫ്രഷ് പെട്ടെന്ന് അങ്ങ് കരിഞ്ഞു പോകരുതല്ലോ, അതിന് വേണ്ടി വെള്ളം ഒഴിച്ച് കൊടുത്തു. ഇനി നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമുക്കിതിനെ സെറ്റ് ചെയ്യാം. അപ്പോൾ ഇതൊരു റെക്റ്റാങ്കിൾ ആയിട്ടുള്ളൊരു ബോക്സാണേ. അപ്പോൾ ബോക്സിൻ്റെ സൈഡിലേക്ക് ഇങ്ങനെ ചാടി കിടക്കുമ്പോൾ അതിനൊരു ഭംഗി വരുന്നല്ലേ. അപ്പോൾ അതിന് കുറച്ചും കൂടി വീതി തോന്നിക്കുകയും ചെയ്യും. അതുകൊണ്ട് ഇങ്ങനെ കുറച്ച് നീളം കൂടിയ രണ്ട് കഷ്ണം എടുത്ത് 2 ബ്രാഞ്ച് എടുത്ത് ഞാൻ അപ്പുറത്തും ഇപ്പുറത്തും വെച്ചു. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ആ ഫോം കാണത്തില്ലാത്ത പോലെ നമ്മൾ ഈ ഗ്രീൻ ഒയാസിസ് എന്ന് പറയുന്ന അതില്ലേ, അത് കാണാതിരിക്കുന്ന പോലെ തന്നെ നിറച്ചും നമ്മുടെ ഈ ഫ്രഷ് ഫ്ലവർ ഇങ്ങനെ ഫ്രഷ് ലീഫ് ഇങ്ങനെ കുത്തിവെക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അതിനുശേഷം കുറച്ച് നമ്മുടെ ആർട്ടിഫിഷ്യൽ വാങ്ങിച്ചിരിക്കുന്ന കുറച്ച് പ്ലാസ്റ്റിക് ഫ്ലവേഴ്സ് ഉണ്ടല്ലോ, പോയിൻസെറ്റിയുടെ 2-3 ഫ്ലവേഴ്സ് ഉണ്ട്, അതുപോലെ ചെറിയുടെ ബ്രാഞ്ചസ് ഉണ്ട്. അതും കൂടെ നമുക്ക് അങ്ങ് സെറ്റ് ചെയ്ത് വയ്ക്കാം. ഇനി നമ്മൾ നടുക്ക് 2 ചുമപ്പ് ക്യാൻഡിലാണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. അതിന് ക്യാൻഡിലിന് 2 നടുക്കായിട്ട് നമ്മൾ കൊടുത്തിരിക്കുന്നത് ഒരു ചെറിയൊരു ഏഞ്ചലിൻ്റെ ഒരു LED ഒക്കെയുള്ള ഒരു ചെറിയൊരു സ്റ്റാച്യൂയും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാം കൂടെ വെച്ച് കഴിയുമ്പോൾ നല്ല ഭംഗിയല്ലേ. അപ്പം നമ്മൾ ആദ്യം ഒരു ഗോൾഡൻ കളറുള്ള ഒരു റിബൺ ഇട്ട് കെട്ടി. അപ്പോൾ അതൊരു നമ്മൾ മുറിച്ച് വെച്ചിരുന്ന ഒരു കഷ്ണമായിരുന്നതുകൊണ്ട് കുറച്ച് നീളം കൂടുതലായിരുന്നു. പിന്നെ അതത്ര മാച്ചാവാൻ തോന്നാത്തതുകൊണ്ട് ഞാൻ മാറ്റി പിന്നെ വേറെ ഒരു റിബൺ എടുത്ത് വെച്ചു. അപ്പോൾ ഏത് റിബണാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതെന്ന് നോക്കി. ഇപ്പോൾ എനിക്ക് തോന്നുന്നത് ഗോൾഡൻ തന്നെയാണ് നല്ലതെന്ന് തോന്നുന്നു. ഇനി നമുക്ക് വേണമെങ്കിൽ മാറ്റാം. അപ്പോൾ നിങ്ങൾക്ക് ഏതാ ഇഷ്ടപ്പെട്ടതെന്ന് പറയണം കേട്ടോ. കേട്ടോ, നല്ല എളുപ്പമില്ലായിരുന്നു, നല്ല രസമില്ലേ കാണാൻ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പോൾ ഇത്രേ ഉള്ളേ, ബൈ.